സൗരയൂഥത്തിലെ കുള്ളൻ ഗ്രഹമായ പ്ലൂട്ടോയും അതിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ചാരോണും എല്ലായ്പ്പോഴും ശാസ്ത്രജ്ഞരെ ആകർഷിപ്പിച്ചിട്ടുണ്ട്. സൂര്യനിൽ നിന്നുള്ള അതിന്റെ വലിയ ദൂരവും തണുത്തുറഞ്ഞ ചുറ്റുപാടും അവിടുത്തെ അന്തരീക്ഷത്തെയും ഉപരിതലത്തെയും കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അടുത്തിടെ നടന്ന പഠനങ്ങൾ പ്ലൂട്ടോയുടെ ഉപരിതലത്തെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു നേർത്ത ജൈവ കണികകളുടെ മൂടൽമഞ്ഞിനെ കുറിച്ചും അത് ഈ കുള്ളൻ ഗ്രഹത്തിന്റെയും അതിന്റെ ഉപഗ്രഹത്തിന്റെയും സ്വഭാവങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചും നിർണായകമായ വിവരങ്ങൾ നൽകുന്നുണ്ട്. ഈ മൂടൽമഞ്ഞ് പ്ലൂട്ടോയുടെ സൂര്യപ്രകാശമുള്ള ഭാഗത്താണ് പ്രധാനമായും കാണപ്പെടുന്നത്. ഇത് അവിടുത്തെ താപനില, അന്തരീക്ഷ ഘടന, ചാരോണിന്റെ ഉപരിതലത്തിലെ ചുവപ്പ് നിറം എന്നിവയ്ക്ക് പിന്നിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ സഹായിക്കുന്നു. പ്ലൂട്ടോയുടെ മുകളിലെ അന്തരീക്ഷത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മൂടൽമഞ്ഞ് പ്രധാനമായും ജൈവ കണികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കണികകൾ വളരെ ചെറുതും നേർത്തതുമാണ്. എന്നാൽ അവയ്ക്ക് പ്ലൂട്ടോയുടെ അന്തരീക്ഷത്തിൽ വലിയ സ്വാധീനം മൂടൽമഞ്ഞ് കണികകളുടെ വലിപ്പവും ഘടനയും അനുസരിച്ചായിരിക്കും നെറ്റ് വാർമിങ്ങും നെറ്റ് കൂളിംഗും എത്രത്തോളം സംഭവിക്കുന്നു എന്ന് നിർണ്ണയിക്കപ്പെടുന്നത്. ഇത് പ്ലൂട്ടോയുടെ അന്തരീക്ഷം എത്രത്തോളം തണുത്തതോ ചൂടുള്ളതോ ആയിരിക്കുമെന്നതിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നു. പ്ലൂട്ടോയുടെ അന്തരീക്ഷം വളരെ നേർത്തതാണ്. ഭൂമിയുടെ അന്തരീക്ഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു ശൂന്യതയ്ക്ക് തുല്യമാണ്. ഈ നേർത്ത അന്തരീക്ഷം കാരണം ചെറിയൊരു തള്ളൽ പോലും തന്മാത്രകളെ ബഹിരാകാശത്തേക്ക് അയക്കാൻ പര്യാപ്തമാണ്. ഗ്രഹശാസ്ത്രജ്ഞനായ വിൽഗ്രൻഡി കണക്കാക്കിയിരിക്കുന്നത് പ്ലൂട്ടോയ്ക്ക് ഏകദേശം 1.3 കിലോഗ്രാം പെർ സെക്കൻഡ് മീഥെയ്ൻ നഷ്ടപ്പെടുന്നുണ്ടെന്നാണ്. ഇത് വലിയൊരു അളവാണ്. ഈ നഷ്ടപ്പെടുന്ന മീഥെയ്ൻ മുഴുവനായും ബഹിരാകാശത്തേക്ക് പോകില്ല. അതിൽ ഏകദേശം 2.5% ചാരോൺ തടഞ്ഞു നിർത്തുന്നുണ്ടെന്നും ഗ്രൻഡി കണ്ടെത്തിയിട്ടുണ്ട്. ഈ മീഥെയ്ൻ ചോർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണം ഈ മൂടൽമഞ്ഞ് പാളിയാണ്. മൂടൽമഞ്ഞ് കണികകൾ സൗരോർജ അൾട്രാവയലറ്റ് പ്രകാശത്തെ ആഗിരണം ചെയ്യുമ്പോൾ അവ ചൂടാകുന്നു. ഈ ചൂട് മീഥെയ്ൻ തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും അവയ്ക്ക് പ്ലൂട്ടോയുടെ ഗുരുത്വാകർഷണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആവശ്യമായ ഊർജം നൽകുകയും ചെയ്യുന്നു. ലളിതമായി പറഞ്ഞാൽ മൂടൽമഞ്ഞ് ഒരുതരം കിക്കിംഗ് പാഡായി പ്രവർത്തിക്കുകയും മീഥെയ്ൻ തന്മാത്രകളെ ബഹിരാകാശത്തേക്ക് തെറിപ്പിക്കുകയും ചെയ്യുന്നു.
ഈ രക്ഷപ്പെടുന്ന മീഥെയ്ൻ തന്മാത്രകൾ പിന്നീട് ചാരോണിന്റെ ദിശയിലേക്ക് നീങ്ങുകയും അതിന്റെ ധ്രുവങ്ങളിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. ഇവിടെയാണ് കഥ കൂടുതൽ രസകരമാകുന്നത്. ചാരോണിന്റെ ധ്രുവങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്ന മീഥെയ്ൻ സൗരവികിരണത്തിന് വിധേയമാകുന്നു. ഈ വികിരണം മീഥെയ്ൻ തന്മാത്രകളെ സങ്കീർണവും ചുവപ്പ് കലർന്നതുമായ തോലിൻ സംയുക്തങ്ങളാക്കി മാറ്റുന്നു. ഈ തോലിനുകളാണ് ചാരോണിന്റെ ധ്രുവപ്രദേശങ്ങൾക്ക് ചുവപ്പ് നിറം നൽകുന്നത്. ചാരോണിന്റെ ഉപരിതലത്തിൽ കാണുന്ന ഈ ചുവപ്പ് നിറത്തിന് പിന്നിൽ പ്ലൂട്ടോയിലെ മൂടൽമഞ്ഞാണെന്ന് ഈ പഠനം വ്യക്തമാക്കുന്നുണ്ട്. ഈ പ്രക്രിയ ഫലപ്രദമായി പ്ലൂട്ടോയെ ചാരോണിന്റെ ധ്രുവങ്ങളിൽ ജൈവ ചുവപ്പ് നിറം കൊണ്ട് പെയിന്റ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. സൗരയൂഥത്തിൽ മറ്റൊരിടത്തും കാണാത്ത ഒരു അദ്വിതീയ പ്രതിഭാസമാണിത്. സാധാരണയായി ഒരു ഗ്രഹത്തിൽ നിന്നും വാതകങ്ങൾ നഷ്ടപ്പെടുന്നത് ഒരു ഒറ്റപ്പെട്ട പ്രക്രിയയായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ ഇവിടെ പ്ലൂട്ടോയുടെ കാലാവസ്ഥയും ചാരോണിന്റെ ഉപരിതല രസതന്ത്രവും തമ്മിൽ നേരിട്ടുള്ള ബന്ധമുണ്ട്. മൂടൽമഞ്ഞ് നയിക്കുന്ന ഈ വാതക ചോർച്ച മഞ്ഞ് മൂടിയ ലോകങ്ങളിലെ അന്തരീക്ഷ കൈമാറ്റത്തിന്റെ ഒരു അപൂർവമായ ഉദാഹരണം നൽകുന്നുണ്ട്. ഒരു ഗ്രഹത്തിൽ നിന്ന് വാതകങ്ങൾ ഒരു ഉപഗ്രഹത്തിലേക്ക് നീങ്ങുകയും അവിടെ രാസമാറ്റങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്നത് സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. ഇത് പ്ലൂട്ടോ ചാരോൺ സിസ്റ്റത്തിന്റെ ഊർജ്ജ സന്തുലിതാവസ്ഥ, അന്തരീക്ഷ പ്രക്രിയകൾ, ഉപരിതല രസതന്ത്രം എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഈ കണ്ടെത്തലുകൾ മറ്റു തണുത്തുറഞ്ഞ ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും കുറിച്ചുള്ള പഠനങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുന്നുണ്ട്. സൗരയൂഥത്തിൽ സമാനമായ പ്രതിഭാസങ്ങൾ മറ്റെവിടെയൊക്കെ സംഭവിക്കാം, അവയെ എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞർക്ക് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ ഇത് പ്രേരിപ്പിക്കുന്നുണ്ട്. പ്ലൂട്ടോയുടെ ഉപരിതലത്തിലെ ഈ നിഗൂഢമായ മൂടൽമഞ്ഞ് ഒരു സാധാരണ പ്രതിഭാസമല്ല. ഇത് പ്ലൂട്ടോയുടെ അന്തരീക്ഷത്തെയും ഊർജ്ജ സന്തുലിതാവസ്ഥയെയും ചാരോണിന്റെ ഉപരിതല രസതന്ത്രത്തെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ഒരു സങ്കീർണമായ പ്രക്രിയയാണ്. മീഥെയ്ൻ ചോർച്ചയിലൂടെയും തോലിൻ രൂപീകരണത്തിലൂടെയും പ്ലൂട്ടോയും ചാരോണും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. JWST പോലുള്ള അത്യാധുനിക ദൂരദർശിനികളുടെ സഹായത്തോടെയുള്ള ഈ കണ്ടെത്തലുകൾ സൗരയൂഥത്തിലെ കുള്ളൻ ഗ്രഹങ്ങളെയും അവയുടെ ഉപഗ്രഹങ്ങളെയും കുറിച്ചുള്ള നമ്മുടെ അറിവ് വികസിപ്പിക്കുക മാത്രമല്ല, പ്രപഞ്ചത്തിലെ മറ്റ് മഞ്ഞുമൂടിയ ലോകങ്ങളിലെ സമാനമായ പ്രതിഭാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. ഈ പുതിയ വിവരങ്ങൾ പ്രപഞ്ചത്തിന്റെ ജീവന്റെ സാധ്യതകളെക്കുറിച്ചുള്ള നമ്മുടെ അന്വേഷണങ്ങൾക്കും പുതിയ ഉൾക്കാഴ്ചകൾ നൽകിയേക്കാം.